ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഒരു കൂർക്കപ്പേര് ഉണ്ടാക്കുന്ന വീഡിയോ. അപ്പോൾ കൂർക്കപ്പേര് ഉണ്ടാക്കാൻ അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഫുട്ബോൾ കാണിച്ചു തന്നിട്ട് വേണോ വയ്ക്കണം. പക്ഷെ ഇതങ്ങനെയല്ല. കൂർക്കപ്പേര് എല്ലാവർക്കും ഇഷ്ടമാക്കണം, കൂർക്ക എല്ലാവർക്കും ഇഷ്ടമാക്കണം. കൂർക്കക്ക് ഓരോ നാട്ടിലും ഓരോ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. കൂർക്ക എല്ലാവർക്കും ഇഷ്ടമാക്കണം, പക്ഷെ അത് ഉണ്ടാക്കണവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ. കൈമ്മൽ കറാവും, അത് ഭയങ്കര പണിയാണ്. കുറേ മെത്തേഡൊക്കെ ഉണ്ട്. ചിലർ ചാക്കിലിട്ട് ഇതാക്കും, ചിലർ ഇങ്ങനെ ചുരണ്ടി ഇതാക്കും. പക്ഷേ ഇത്ര ഒന്നും ബുദ്ധിമുട്ടില്ലാതെ കയ്യുമ്മലൊന്നും കറാവാതെ എങ്ങനെ കൂർക്കപ്പേര് ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാ ഉമ്മമാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി, കാരണം കഴിക്കണതിലേക്കാൾ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നവർക്ക്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോക്ക് പോവാം. അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവരും കരുത്തുണ്ടാവും ഇപ്പോൾ പിന്നെ എന്ത് ഹലാക്കിൻ്റെ ആവലും കന്നുണ്ടാവും നിൽക്കണം. പക്ഷെ അതൊന്നല്ല, ഇത് ഈസി സിമ്പിൾ മെത്തേഡ് തന്നെയാണ്, എല്ലാവർക്കും ഫോളോ ചെയ്ത് നോക്കാം. അപ്പോൾ അതാ ഫസ്റ്റ് തന്നെ ഞാൻ കൂർക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൂർക്കിൻ്റെ സീസണാണ് തോന്നുന്നുണ്ട്. ഏത് ഷോപ്പിൽ പോയാലും കൂർക്കൊക്കെ കാണുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടത്. നമുക്കൊക്കെ ഇഷ്ടമാണ്, ചെറുതിലൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇതെങ്ങനെയാണ് ഇത് ഇങ്ങനെ ആയി വരുന്നതെന്നതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അതൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനെന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ കിട്ടിയൊരു വഴിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ ഒരു പാത്രത്തിൽ കൂർക്ക് എടുത്തിട്ട് ഇനി കുറച്ച് വെള്ളം വേണം. ഞാൻ വെള്ളം എടുത്ത് തരാം. ഇനി ഇതാ ഇനി എന്താ ചെയ്യേണ്ടത്, ഈ കൂർക്കൻ്റെ മണ്ണുണ്ടാവുമല്ലോ, ഇതിൻ്റെ പുറത്ത് നല്ലപോലെ മണ്ണുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ മണ്ണ് നല്ലപോലെ കഴുകി കളയാം. അതിന് അധികം ബുദ്ധിമുട്ടെടുത്ത് കളയൊന്നും വേണ്ട. മണ്ണ് പോണ വരെ ഒരു 2-3 വട്ടം ഇതൊന്ന് കഴുകിയിട്ട് കളയാം. അപ്പോൾ ഞാനിതൊന്ന് 2-3 വട്ടം വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അതാ എൻ്റെ കൂർക്ക അവിടെ വാഷ് ചെയ്ത് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്നല്ലേ, ഇനി കുക്കർ വെച്ചിട്ടാണ് പരിപാടി. ഇത്ര വലിയ കുക്കർ വേണ്ട കേട്ടോ, ചെറിയ കുക്കർ മതി. പക്ഷേ ഇവിടെ ചെറിയ കുക്കറിൽ ഇപ്പോൾ ഒരു ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുക്കറിൽ ഇപ്പോൾ സ്റ്റൗമ്മൽ വേറെ ഫുഡ് ഉണ്ടായതുകൊണ്ട് ഞാൻ ഈ വലിയ കുക്കർ എടുക്കുന്നു. എന്നിട്ട് ഇതിൽ കൂർക്കിട്ട് കൊടുക്കാം. തൊലിയോടെയാണ് കൂർക്കിട്ടിക്കുന്നത്. തൊലിയോടെ കൂർക്കിട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാനിവിടെ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കല്ലുപ്പ് ഇട്ടിട്ട് പിന്നെ ഇതാ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുക്കറിൻ്റെ ലിഡ് ക്ലോസ് ചെയ്ത് ഒറ്റ വിസിൽ. അപ്പോൾ ഇനി ഒറ്റ വിസിൽ വന്നതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാ കുക്കറിന് ഇവിടെ നിന്നിട്ട് ഒരു വിസിലടിക്കട്ടെ. അതുവരെ ചെറിയൊരു പരിപാടിയുണ്ട്. അപ്പോൾ കൂർക്ക കുക്കറിലിട്ടിട്ട് സ്റ്റൗമ്മൽ വെച്ചിട്ടുണ്ട്. അപ്പത്തിന് കുഞ്ഞൊരു പരിപാടിയുണ്ട്. ഇതേ കുഞ്ഞുള്ളി ഇല്ലേ, ഈ കുഞ്ഞുള്ളി ഒന്ന് തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് വെളുത്തുള്ളി വേണം. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാം. ആ ഒരു ടൈം കൊണ്ട്. ഓക്കെ, കുഞ്ഞുള്ളി വെളുത്തുള്ളിയൊക്കെ ഇവിടെ കട്ട് ചെയ്ത് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ കൂർക്ക നല്ല ആവിയൊക്കെ പോയിട്ട് ഇതാ കുക്കറിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനത് തൊലിയോടെ കൂടെയാണ് കുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുക്ക് ചെയ്തിട്ട് ഞാനിത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് മക്കളെ ഇതിൻ്റെ ട്വിസ്റ്റ്. ഇത്രയും നേരം ഞാനിവിടെ വിളവിള പറഞ്ഞത് എന്താണെന്നതാ, എത്ര സിമ്പിളായിട്ടാണ് കൂർക്കൻ്റെ തൊലി പോരുന്നതെന്ന് കണ്ടോ. ഇതുപോലെ ഇനി ഇതെല്ലാം തൊലി കളഞ്ഞെടുക്കാതെ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. നല്ല ചൂടുണ്ട് കേട്ടോ, കുറച്ച് ചൂടൊക്കെ പോയിട്ട് ആക്കിയാൽ മതി. എനിക്ക് കുറച്ച് ധൃതിയുള്ളതുകൊണ്ട് ഇങ്ങനെ ആക്കി പോവാണ്. അപ്പോൾ അതാ ഇങ്ങനെ എല്ലാ കൂർക്കളും നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. ഓക്കെ, ഇതാ കൂർക്ക കുട്ടന്മാരൊക്കെ കുപ്പായക്കൂരി നല്ല സുന്ദരന്മാരായിരിക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാം അല്ലേ. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കുക. അല്ല ഇനി ഒന്ന് പീസ് ആക്കണമെങ്കിൽ ഒന്ന് പീസ് ആക്കി എടുക്കുക. അപ്പോൾ ഞാനത് കുഞ്ഞു പീസ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇനി ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് പാന് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എണ്ണ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതായത് ആ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഇതിൽ വളരെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി പ്ലസ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം. നേരത്തെ കൂർക്ക കുക്ക് ചെയ്യുന്ന ടൈമിൽ ഉപ്പിട്ടുണ്ടായിരുന്നു, ബട്ട് അത് തൊലി ഉണ്ടാവുമ്പോൾ വല്ലാതെ അതിൽ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മതി. ഇതിലോട്ട് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച കൂർക്ക ഇട്ട് അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ. സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂർക്ക നല്ലപോലെ കുക്കായി വന്നുകൊണ്ട് ഇനി ഓവറായി കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. നേരത്തെ കൂർക്കക്ക് ഒരു വിസിൽ എന്ന് പറഞ്ഞിട്ട് ഒരു വിസിൽ വന്നിട്ടാവാത്തതുകൊണ്ട് 2 വിസിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 വിസിലാണ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ കയ്യുമ്മൽ കറ ആവാണ്ട് ഉണ്ടാക്കി നല്ല അടിപൊളി കൂർക്കുപ്പേരി, അവിയലും പിന്നെ കുറച്ച് കയ്പ്പക്ക ഉപ്പേരി. കയ്പ്പക്ക ഉപ്പേരി അല്ല, കയ്പ്പക്ക അച്ചാറും ഒരു വെജിറ്റേറിയൻ മീലാണ്. അപ്പോൾ ഇപ്പോൾ ടൈം ഒരു 12 മണി ആയിട്ടുള്ളൂ. പക്ഷേ കൂർക്കപ്പേരി ആയപ്പോൾ എന്തോ ഇപ്പം തന്നെ ചോറ് പ്രത്യേക പുതി. അപ്പോൾ അങ്ങനെ ചോറെടുത്താണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കാം. അപ്പോൾ സമയം ഇതാ 12 മണിയായിട്ടുള്ളൂ. നല്ല വെജിറ്റേറിയൻ മീലാണ് ഇതാ, നമ്മൾ കറ ഇല്ലാതെ ഉണ്ടാക്കിയ കൂർക്കപ്പേരി. പിന്നെ ഇതാ അവിയലുണ്ട്, പിന്നെ നല്ല കയ്പ്പക്ക അച്ചാറുണ്ട്. അപ്പോൾ കുറച്ച് കയ്പ്പക്ക അച്ചാറും അവിയലും കൂർക്കൊക്കെ കൂടി എടുത്തിട്ട് ഇങ്ങനെ അടിപൊളി. അപ്പോൾ കൂർക്കൻ്റെ സീസണാണ്. കൂർക്ക വാങ്ങിയിട്ട് കയ്യുമ്പോഴാവുന്നില്ല മടി കൊണ്ട് ആരും വാങ്ങാതിരിക്കണ്ട. ഇങ്ങനെ ട്രൈ ചെയ്തൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനത്തെ അടിപൊളി ടിപ്സ് ആൻഡ് ട്രിക്സിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും.